എന്നെ താരാട്ട് വരുവാളു, നെഞ്ചിൽ പൂഞ്ചം തരുവാളു. ജോസഫ് വിജയ് ചന്ദ്രശേഖരൻ 1974 ജൂൺ 22 മദ്രാസിൽ സംവിധായകനായ എസ് എ ചന്ദ്രശേഖരന്റെയും ശോഭ ചന്ദ്രശേഖരന്റെയും മകനായി ജനിച്ചു. ആദ്യത്തെ സിനിമ ഇറങ്ങുന്നത് 1984 വെട്രി എന്നായിരുന്നു സിനിമയുടെ പേര്. അതിൽ ബാലതാരമായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചത്. നായകനായി അഭിനയിച്ച സിനിമ ആദ്യമേ റിലീസ് ചെയ്തത് 1992 നാളെയ തീർപ്പ് എന്നായിരുന്നു ആ സിനിമയുടെ പേര്. പക്ഷേ വിജയ് ശ്രദ്ധിക്കപ്പെടുന്നത് പൂവേ ഉനക്കാകെയും കാതലുക്ക് മര്യാദയും കുശിയിലൂടെയൊക്കെയാണ്. ഇതിലെയൊക്കെ ഗാനങ്ങൾ ഇപ്പോഴും ആരാധകരുടെ ഹൃദയത്തിൽ എപ്പോഴും തളം കെട്ടി നിൽക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്ന ഗാനങ്ങളാണ്. കാതലുക്ക് മര്യാദ എന്ന സിനിമയിലെ എന്നെ താരാട്ട് വരുവാളു, അതും തുള്ളാതെ മനം തുള്ളൂലെ എന്നിസൈ പാടി വരുമൊക്കെ ഇപ്പോൾ ആരാധകരുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന ഗാനങ്ങളാണ്. 2000-ന് ശേഷം ആക്ഷൻ സിനിമകളിലേക്ക് മാറിയ വിജയ് ഗില്ലി, മാസ്റ്റർ, ബീസ്റ്റ് തുടങ്ങിയ സിനിമകളിലൂടെ ആരാധകരുടെ എണ്ണം കൂട്ടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ തെക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു താരമായി വിജയ് വളർന്നു. തമിഴ്നാട് സർക്കാരിന്റെ നിരവധി പുരസ്കാരങ്ങളും അവസാനം ഡോക്ടറേറ്റ് വരെ വിജയ്ക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഇളയ ദളപതി വിജയ് ഡോക്ടർ വിജയ് ആയി മാറി. എന്തായാലും 2025 ജനുവരിയിൽ റിലീസാകാൻ പോകുന്ന ജനനായകൻ എന്ന സിനിമയോട് കൂടി അഭിനയ രംഗത്തോട് വിട പറയുകയാണ് എന്ന ദുഃഖവാർത്തയാണ് വിജയ് ആരാധകർക്ക് വേണ്ടിയിട്ട് നൽകിയിരിക്കുന്നത്. അദ്ദേഹം മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി മാറാൻ പോവുകയാണ്. അങ്ങനെ തമിഴക വെട്രി കഴകം എന്ന് പറയുന്ന തന്റെ സ്വന്തം പാർട്ടിയുടെ സംസ്ഥാന നേതാവ് എന്ന നിലയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുകയാണ്. എംജിആറും ജയലളിതയും കരുണാനിധിയും ഒക്കെ വെട്ടിത്തെളിച്ച സിനിമ, അത് കഴിഞ്ഞ് രാഷ്ട്രീയം എന്ന ലെവലിലേക്ക് വിജയ് കൂടി മാറുമ്പോൾ ആരാധകർക്ക് പഴയകാല സിനിമകൾ യൂട്യൂബിലും ടിവിയിലും ഒക്കെ കണ്ട് വിജയുടെ ആരാധകർക്ക് വിജയുടെ ഓർമ്മകളുമായി മുന്നോട്ട് പോകും.